ഹലോ എവരി വൺ വെൽക്കം ടു ജിബോർഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ ജിബോർഡ് 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ NMMS എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അല്ലെ. മൂവ്മെന്റ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ അല്ലെ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഉറപ്പായും ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം രണ്ട് കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ NMMS എക്സാം എഴുതുന്നുണ്ടെങ്കിൽ യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ NMMS എക്സാമിന് എത്രത്തോളം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ NMMS എക്സാം എഴുതുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരോട് നിർബന്ധമായിട്ട് കാണാൻ പറയുക. കാരണം സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ NMMS എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ പോകണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മളിതിൽ 3 ദിവസങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഇക്വിനോക്സസ് അഥവാ വിഷുവം, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം. ഈ ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമെങ്കിലും NMMS എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലേ, സൂര്യൻ്റെ അയനത്തെ കുറിച്ചിട്ട്. സോ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ ഓവർ ദി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ്റെ അയനസ്ഥാനം എത്തുമ്പോൾ ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിനോക്സസ് അഥവാ വിഷുവം എന്ന് പറഞ്ഞാൽ അല്ലേ. സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യൻ്റെ അയനസ്ഥാനം ഓൺ ദി ഇക്വേറ്റർ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എത്തുമ്പോൾ ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇക്വിനോക്സസ് അഥവാ വിഷുവം എന്ന് പറയുന്നത്. വർഷത്തിൽ 2 ദിവസമാണ് എന്ത് ചെയ്യുക, സൺ ഇതിൻ്റെ മുകളിൽ എത്തുക. മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 2 ദിവസങ്ങളിൽ എന്ത് ചെയ്യും, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ ആയിരിക്കും, ഓവർ ദി ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. ആ ദിവസത്തെ നമ്മൾ ഇക്വിനോക്സ് അഥവാ വിഷുവം എന്ന് വിളിക്കുന്നു. അന്ന് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ഹെമിസ്ഫിയർ. രാത്രിയും പകലും ദൈർഘ്യം തുല്യമായിരിക്കും എവിടെ, 2 അർദ്ധഗോളങ്ങളിലും. ഉത്തരാർദ്ധഗോളമാണെങ്കിലും ദക്ഷിണാർദ്ധഗോളമാണെങ്കിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഇതിൽ മാർച്ച് 21 നമ്മൾ വിളിക്കുന്ന പേരെന്താ, സ്പ്രിംഗ് ഇക്വിനോക്സസ് അഥവാ വസന്ത വിഷുവം എന്നും, സെപ്റ്റംബർ 23 നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഓട്ടം ഇക്വിനോക്സസ് അഥവാ ശരത് വിഷുവം എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി ശ്രദ്ധിക്കുക, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറഞ്ഞാൽ എന്താ, ജൂൺ 21 സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ ആയിരിക്കും, ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായനരേഖയ്ക്ക് മുകളിൽ. ജൂൺ 21 സൂര്യൻ്റെ അയനസ്ഥാനം എവിടെയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായനരേഖയ്ക്ക് മുകളിലാണ്. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. ഓൺ ജൂൺ 21 ദ സൺസ് അപ്പാരന്റ് പൊസിഷൻ വിൽ ബി ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ കേട്ടോ. ഉത്തരായനരേഖയ്ക്ക് മുകളിലായിരിക്കും എന്ത്, സൂര്യൻ്റെ അയനസ്ഥാനം എന്ന് പറയുന്നത്. സോ ആ ദിവസം നമ്മൾ എന്ത് വിളിക്കുന്നു, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയർ അഥവാ ഏത് അർദ്ധഗോളത്തിലാണ്, അവിടെ എന്ത് കൂടുതലായിരിക്കും, ഡേ അഥവാ പകല് കൂടുതലായിരിക്കും, നൈറ്റ് അഥവാ രാത്രി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിലാണ് ആരെ സ്ഥാനമുള്ളത്, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ അഥവാ സൂര്യൻ്റെ അയനസ്ഥാനമുള്ളത്. അവിടെ എന്ത് കൂടുതലായിരിക്കും, ഡേ അഥവാ പകല് കൂടുതലായിരിക്കും, എന്ത് കുറവായിരിക്കും, നൈറ്റ് അഥവാ രാത്രി കുറവായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനത്തിനന്ന് നമ്മുടെ ഭൂമിയിൽ ഡിഫറെൻറ്റ് ലാറ്റിറ്റ്യൂഡ്സ് അഥവാ വ്യത്യസ്ത അക്ഷാംശങ്ങളിലുള്ള പകലിൻ്റെ ദൈർഘ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്കറിയാം, ഡിസംബർ 22 ആകുമ്പോൾ സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തും, ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായനരേഖയ്ക്ക് മുകളിൽ എത്തും അല്ലേ. ഡിസംബർ 22 സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തും, ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായനരേഖയ്ക്ക് മുകളിൽ എത്തും. ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും, ഡേ അഥവാ പകല് കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഡിസംബർ 22 സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാ, സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അവിടെ എന്ത് കൂടുതലായിരിക്കും, ഡേ അഥവാ പകല് കൂടുതലായിരിക്കും, നൈറ്റ് അഥവാ രാത്രി കുറവായിരിക്കും. എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൺ ഉണ്ടോ ഇല്ലേ, സൺ എവിടെയാണ്, സദേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, ഡേ കുറവായിരിക്കും, നൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാണ്ടോ. ഇങ്ങനെയുള്ള ഈ ഒരു ലെങ്ത് ഓഫ് ദി ഡേ ഓൺ ലാറ്റിറ്റ്യൂഡ് ഡ്യൂറിങ് വിന്റർ സോൾസ്റ്റേസ് അല്ലെ, ശൈത്യ അയനാന്ത ദിനത്തിനന്ന് ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഒരു ടേബിൾ പഠിച്ച കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഇയർലി 2 ഡേയ്സ്, മാർച്ച് 21 സെപ്റ്റംബർ 23 സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ വരിക. മാർച്ച് 21 നമ്മൾ എന്ത് വിളിക്കുന്നു, സ്പ്രിംഗ് ഇക്വിനോക്സസ് അഥവാ വസന്ത വിഷുവം എന്നും, സെപ്റ്റംബർ 23 നമ്മൾ എന്ത് വിളിക്കുന്നു, ഓട്ടം ഇക്വിനോക്സസ് അഥവാ ശരത് വിഷുവം എന്ന് വിളിക്കുന്നു. അന്നത്തെ പ്രത്യേകത എന്താ, നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും സദേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും എന്താ, ഡേൻ്റെ നൈറ്റിൻ്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അന്ന് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ വരിക. ആ ദിവസം നമ്മൾ എന്ത് വിളിക്കുന്നു, സമ്മർ സോൾസ്റ്റേസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ സമ്മർ സോൾസ്റ്റേസ് ആയി നിൽക്കുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിൻ്റെ അപ്പാരന്റ് പൊസിഷൻ ഉള്ളത് അല്ലേ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് കൂടുതലായിരിക്കും, ഡേ കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലോ ഡേ കുറവായിരിക്കും, നൈറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാവും. അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ ദ ഡേ വിച്ച് ഓൺ ദി ലെങ്ത് ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ ഗ്ലോബലി ആർ നോൺ ആസ് ഇക്വിനോക്സസ് വിച്ച് ആർ ദി 2 days. ഭൂമിയിൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമാകുന്ന ദിവസങ്ങൾ ഏത്? ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് മാർച്ച് 21 സെപ്റ്റംബർ 23 ആട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോ, മാർച്ച് 21 സെപ്റ്റംബർ 23 ആണ്. അടുത്തത് ഇതിന് ആൻസർ ആയിരുന്ന കമന്റ് ചെയ്യണേ. വെൻ ഡസ് ദ സമ്മർ സോൾസ്റ്റിസ് അക്കർ? ഗ്രീഷ്മ അയനാ ദിനം സംഭവിക്കുന്നത് ഏത് ദിവസമാണ്? ഏത് ദിവസമാടാ? ജൂൺ 21 ആട്ടോ. ശ്രദ്ധിക്കണം, എന്താടാ? ജൂൺ 21 ആണ് എന്ത് സമ്മർ സോൾസ്റ്റിസ് അഥവാ ഗ്രീഷ്മ അയനാ ദിനം സംഭവിക്കുന്നത്. അടുത്ത ഓൺ വിച്ച് ഡേ ദ സൺ ഫോൾ പെർപെൻഡിക്കുലർ ഓൺ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? ദക്ഷിണായ രേഖയിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്ന ദിവസം ഏതാണ്? ഡിസംബർ 22. ഇതിനൊക്കെ ആൻസർ നിങ്ങൾക്ക് ആദ്യമേ അറിയെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. കമന്റ് ബോക്സ് ഇതിന് ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യാം. അടുത്തത് വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് സ്പീഡ് ഓഫ് ദി എർത്ത് റെവല്യൂഷൻ? ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ്. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. അതിന് മുമ്പ് പഠിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്തത് ഓൺ വിച്ച് ലാറ്റിറ്റ്യൂഡ് ദ സൺറൈസ് ഫോർ പെർപെൻഡിക്കുലർ ഡ്യൂറിംഗ് ഇക്വിനോക്സസ്? വിശ്വദിനങ്ങളിൽ സൂര്യരശ്മി ലംബമായി പതിക്കുന്നത് ഏത് അക്ഷാംശ രേഖയിലാണ്? ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയിലാണ്. അടുത്തത് ഓൺ വാട്ട് ഫിനോമിന ഈസ് ഒബ്സർവ്ഡ് ഗ്ലോബലി ഡ്യൂറിംഗ് ദ ഇക്വിനോക്സ് ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23? മാർച്ച് 21 സെപ്റ്റംബർ 23 ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസം ഏതാടാ? ഈക്വൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, അല്ലെ? രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ്. വിച്ച് ഡേറ്റ് ഈസ് നോൺ ആസ് സ്പ്രിംഗ് ഇക്വിനോക്സസ്? വസന്ത വിഷു എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങളുടെ NMMS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, ഉഷാറാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. പ്രീ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് 8ാം ക്ലാസ് സെറ്റാക്കാൻ പറ്റും. കാരണം NMMSന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലും ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ 8ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലാണ്. ഒരു ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് അടിച്ചിട്ട് നമ്മുടെ ടീമിൽ നിങ്ങൾ വിളിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് NMMSന്റെ ഓരോ ദിവസം ലൈവുകൾക്ക് ശേഷമുള്ള നോട്ടുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ NMMSന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിന് ലിങ്ക് നമ്മൾ കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.